സാർ, ഈ തിരഞ്ഞെടുപ്പ് വരുന്നതിന് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ഒരു ആകാംക്ഷ എവിടെയൊക്കെ ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. ഈ CPM-ൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും പ്രത്യേകിച്ച് BJP കോർപ്പറേഷൻ ജയിച്ച് നിൽക്കുന്നത് കൊണ്ട് BJP വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. അപ്പം ഇനി നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അത്രത്തോളം ജനങ്ങളുമായി കുറച്ച് അടുത്ത് ഇടപഴകുന്നവരായിരിക്കണം എന്നുള്ളൊരു നിർബന്ധം കൂടെ BJP-ക്ക് ഉണ്ട്. അപ്പോൾ കോർ കമ്മിറ്റിയൊക്കെ കഴിഞ്ഞു. ഇതിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. എങ്കിലും രഹസ്യ സോഴ്സുകൾ വെച്ച് നമുക്ക് എന്തെങ്കിലും വിശദാംശങ്ങൾ അറിയാൻ നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പോകും. BJPയുടെ നമ്മുടെ മീഡിയ മലയാളം എന്ന് വെച്ചാൽ BJP സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഒരു ഇത് വെച്ചിട്ട്. അപ്പം ഇതിനകത്ത് കോർ കമ്മിറ്റിക്ക് ശേഷം അവർ ഏതാണ്ട് ഈ മാസം 12, അതായത് 15-നിപ്പുറം തന്നെ അവർ ആദ്യ ലിസ്റ്റ്, അതായത് A ക്ലാസ് എന്ന് അവർ വിചാരിക്കുന്നത് ജയിക്കാൻ ഏറ്റവും സാധ്യതയുള്ള 35ഓളം ഇടത്തെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷമായിരിക്കും ബാക്കി. പിന്നെ ബാക്കിയെന്ന് പറഞ്ഞാൽ 100ഓളം 140 ആണല്ലോ അവർ. അപ്പോൾ അവർക്ക് 35ഓളം സീറ്റുകൾ ജയിക്കാം, അല്ലെങ്കിൽ അവർ BJPയുടെ ഫസ്റ്റ് ക്ലാസ് മണ്ഡലം എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതിന് പ്രചരണം തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോർ കമ്മിറ്റിയിലെ തീരുമാനം ഉണ്ടാകും. അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. ഏതാണ്ട് 45 ഈ മാസം അവസാനത്തിന് മുമ്പ് അമിത്ഷായോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തന്നെ വരും. അതിന് മുമ്പ് അമിത്ഷായും വരാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത്. അപ്പം അത് വളരെ വിപുലമായിട്ടുള്ളൊരു നീക്കുപോക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നേരത്തെ നമുക്കറിയാമല്ലോ, ചില സ്ഥാനാർത്ഥികളെ സ്വയം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ ഇതിനടുത്ത് മത്സരിക്കുക. ഇതിനകത്ത് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുമ്പം പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന സീറ്റ് എന്ന് പറയുമ്പോൾ നിയമം വരും, മനസ്സിലായില്ലേ? ശ്രീലേഖ വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് B മുരളീധരൻ. ഇത് നമ്മൾ പറയുന്നെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഏതാണ്ട് കാട്ടാക്കട PK കൃഷ്ണദാസ്. അതെ. ഇപ്പൊ നിങ്ങളുടെ സെൻട്രലിൽ മത്സരിക്കുന്ന കൃഷ്ണകുമാറാട്ടോ. ആറ്റിങ്ങൽ സുധീറിനെ അറിയത്തില്ല, സംവരണ മണ്ഡലം സുധീർ. അതുപോലെ ചിറയൻകീഴ് ആശാനാഥ് എന്ന് പറയുന്നൊരു ഡെപ്യൂട്ടി മേയർ. ആശാനാഥ്. കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ ഗോപകുമാർ. ആറന്മുള കുമ്മനം രാജശേഖരൻ. പിന്നെ പുള്ളിയെ മത്സരിച്ചോട്ടെ. തിരുവല്ല അനൂപ് ആന്റണി. ആലപ്പുഴ അത് കായംകുളവും അരൂരും ശോഭാ സുരേന്ദ്രന് വേണ്ടി പരിഗണിക്കുന്നുണ്ട്. 2 സീറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു സീറ്റായിരിക്കും അവർ മത്സരിക്കുക. ഇനി 2-ലും മത്സരിക്കുമെന്നറിയത്തില്ല. നേരത്തെ ഇങ്ങനെ 2-ലും മത്സരിക്കുന്ന സുരേന്ദ്രൻ 2-ലും മത്സരിച്ചല്ലോ. അതുപോലെ തൃശ്ശൂർ മണലൂർ AN രാധാകൃഷ്ണ മത്സരിക്കുന്നത്. മനസ്സിലാവും. ഉണ്ട് മണലൂർ AN രാധാകൃഷ്ണൻ. അതുപോലെ തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്, പാലക്കാട് 3 സീറ്റിലും സുരേന്ദ്രനെ പരിഗണിക്കുന്നുണ്ട്. 3 സീറ്റിൽ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, പാലക്കാട് 3 സീറ്റിലും സുരേന്ദ്രന് വരുന്നുണ്ട്. അതുപോലെ ഈ മലമ്പുഴ ശ്രീ കൃഷ്ണകുമാർ, മനസ്സിലായില്ലേ? പാലക്കാടുണ്ടായിരുന്ന C കൃഷ്ണകുമാർ. ഈ കാസർഗോഡ് മഞ്ചേശ്വരത്ത് അവിടുത്തെ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ജില്ലാ പ്രസിഡന്റ്. അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടുത്തെ ഒരു ജില്ലാ പ്രസിഡന്റ് ഒരു സ്ത്രീ ഉണ്ട്. അവരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുന്നു. അതുപോലെ MD രമേശ് കോഴിക്കോട്ട് നിന്നായിരിക്കും മത്സരിക്കുന്നത്. അപ്പം ഏകദേശം ഇത്രയും, അതായത് 35 സീറ്റിലെങ്കിലും ഇത്രയും പേര് കൃത്യമായിട്ട് BJPയുടെ ഫസ്റ്റ് ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ കേരളത്തിൽ ഉറ്റുനോക്കുന്ന, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളാകുമെന്ന് വിചാരിക്കുന്ന ഒരാളുണ്ട്, PC ജോർജിൻ്റെ ഒന്നും ഇപ്പോൾ എനിക്കൊന്ന് പൂഞ്ഞാറ് അവർക്ക് സാധ്യത വലുതായിട്ട് കാണുന്ന ഒരു മണ്ഡലമായിട്ട് വരുന്നില്ല. അതുപോലെ പിന്നെ ആറന്മുള ഇദ്ദേഹം അറിയാമല്ലോ, ഈ മത്സരിക്കുന്ന നമ്മുടെ കുമ്മനം രാജശേഖരൻ ആറന്മുള സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവിടെ നിന്നതുകൊണ്ടാണ് അതിനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഏറ്റവും പ്രോംപ്റ്റ് കാൻഡിഡേറ്റ് ഒരുപക്ഷെ കുമ്മനം രാജശേഖരൻ തന്നെയായിരിക്കും. അതിനകത്ത് എത്രത്തോളം വിജയസാധ്യത ഉണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും ഇപ്പം ഇതിനകത്ത് തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും പ്രധാനമായിട്ട് അവർ. അതിനുശേഷം പാലക്കാട് ഇപ്പം ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്ന ഒരു മണ്ഡലം. അതിനകത്ത് പാലക്കാട് നമ്മൾ രാഷ്ട്രീയം പറയുമ്പം BJPക്കകത്ത് പാലക്കാട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറാണ് പാലക്കാട് പാർട്ടി സംവിധാനം ഉണ്ടാക്കിയത്. കൃഷ്ണകുമാറിൻ്റെ കയ്യിൽ തന്നെയാണ് ഒരു പാലക്കാട് BJP ഉണ്ടെന്ന് പറയുമ്പോഴും BJPക്കകത്ത് വലിയൊരു ഗ്രൂപ്പ് സംവിധാനമുണ്ട്. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണകുമാർ തോക്കാൻ കാരണം, ഒരുപക്ഷെ കോൺഗ്രസിന് ഇത്രയും ഭൂരിപക്ഷം കിട്ടാൻ കാരണമെന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെതിരെയുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തിച്ചത് തന്നെ. അപ്പോൾ ഇപ്രാവശ്യം കൃഷ്ണകുമാറിന് കൂടി തൃപ്തിയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിക്കൊള്ളട്ടെ. ഒരുപക്ഷെ കൃഷ്ണകുമാറിന് തൃപ്തിയുള്ള കാൻഡിഡേറ്റ് കെ സുരേന്ദ്രൻ കൊണ്ടായിരിക്കും സുരേന്ദ്രനെ അവിടെയും കൂടെ പരിഗണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മറ്റേ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പ്
ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴും സുരേന്ദ്രനാണല്ലോ പറഞ്ഞത് സി കൃഷ്ണകുമാർ നിൽക്കട്ടെ. അതെ അതെ. അപ്പോൾ പിന്നെ അയാൾ മലമ്പുഴയിലോട്ട് മത്സരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ അവിടുത്തെ വിഷയം കോൺഗ്രസ്സിന് ഈ അവിടെ മത്സരിപ്പിക്കാൻ പറ്റുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം നാപ്റ്റി കാൻഡിഡേറ്റ് ആയിരുന്നു തീരുമാനം, അല്ലെങ്കിൽ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ സ്വീകാര്യനാണോ സ്വീകാര്യനല്ലേ എന്തായാലും അയാൾ എല്ലാവരുടെയും ഇടയിൽ അറിയാം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അത് അടുത്ത ഹിതപരിശോധന വരുമ്പോഴേ അത് വോട്ടായിട്ട് വരുമോ അയാൾക്കെതിരായിട്ട് വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. അതായത് കോൺഗ്രസിന് ഏറ്റവും ശക്തനായ കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്കിടയിൽ അറിയുന്നതാണ്. അതിനപ്പുറം ഒരു കാൻഡിഡേറ്റിനെ അവിടെ ഇപ്പോൾ അവതരിപ്പിക്കാനില്ല. അല്ലെങ്കിൽ സന്ദീപ് വാര്യരൊന്നും അവിടെ ജയിക്കത്തില്ല, ജയിക്കത്തില്ല. കുപ്രസിദ്ധി നേടിയെങ്കിലും ഒരു ഇമേജ് ഉണ്ട്. അല്ല അയാൾക്ക് ഇമേജ് ഇപ്പോഴും ഉണ്ട്. അയാൾ ഒരുപക്ഷെ ജയിച്ചുകൂടായികയില്ല എന്നാണ് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ആണെങ്കിൽ. അപ്പം അയാളെ പക്ഷെ മത്സരിപ്പിച്ചാൽ ആ ഒരു സീറ്റ് ഒരുപക്ഷെ ജയിച്ചു വന്നാൽ ബാക്കി കേരളത്തിലുടനീളം 139 സീറ്റിൽ റിസ്ക്. പിന്നെ മാത്രമല്ല ഇപ്പൊ ആ സീറ്റ് പിടിക്കണമെങ്കിൽ ഷാഫി പറമ്പിൽ തന്നെ തിരിച്ചു തരേണ്ടി വരും. അത് കോൺഗ്രസിന്റെ ഒരു MP നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം ഷാഫിക്ക് പകരം ഇടതുപക്ഷത്തിന് വളരെ സ്വാധീനമുള്ള, കാരണം നിരന്തരം മത്സരം ഉണ്ടാക്കുന്ന രീതിയിൽ കോൺഗ്രസ് പോകുന്നത് പേര് വന്നാൽ വീണ്ടും ആ സീറ്റ് MP സീറ്റ് CPM തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പോൾ ത്രെട്ടുണ്ട്, പക്ഷേ ഷാഫിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് സീറ്റ് നാം പറഞ്ഞു വന്നത് BJP കിട്ടാൻ സാധ്യതയുള്ള സീറ്റിനകത്ത്, അവർ ഉദ്ദേശിക്കുന്ന സാധ്യതയുള്ള സീറ്റിനകത്ത് ഇപ്പം വളരെ കൃത്യമായിട്ട് ഗ്രൂപ്പൊന്നുമില്ലാതെ അവിടെ കറക്റ്റായിട്ടുള്ള കാൻഡിഡേറ്റിനെ കൊണ്ടു നിർത്തിയാൽ BJP ജയിക്കാൻ പറ്റുന്ന തിരുവനന്തപുരത്തിനപ്പുറം അല്ലെങ്കിൽ ഈ പാലക്കാട് വരുന്ന ഒരു സീറ്റാണ് വരുന്നത്. ഏതായാലും BJP വളരെ കൃത്യമായിട്ട് ഇപ്പം കേരളത്തിലുടനീളം അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്തതാണ്. കാരണം എനിക്കറിയാം, ഞാൻ CPM അല്ലെങ്കിൽ ഈ തദ്ദേശ സ്ഥാനാർത്ഥികരണത്തിനകത്ത് RSSന്റെ ഒരു പ്രമുഖ നേതാവുമായിട്ട് പറഞ്ഞപ്പോൾ പുള്ളി പോലും അതിശയപ്പെട്ടു പോയി. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളെ ഗംഭീരമായി പോയി, അല്ലെങ്കിൽ അവിടെ കോർപ്പറേഷൻ ഈ പ്രാവശ്യം പിടിക്കും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ തന്നെ അതറിയാൻ പറ്റും. അത് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിനകത്ത് ഈ അവരെ ഉദ്ദേശിച്ചതുപോലെ, അല്ലെങ്കിൽ RCയുടെ ഒരു ഇടപെടലും അല്ലെങ്കിൽ അവർ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥികൾ കിട്ടിയ ഒരു അനുഗ്രഹവും എല്ലാം കൂടെ വന്നപ്പോൾ അവിടെ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഇവർ ഈ എടുക്കുന്ന തീരുമാനം സ്ഥാനാർത്ഥികൾ ഇപ്പം തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് ഒരേ മനസ്സോടെ അല്ലെങ്കിൽ ഒത്തൊരുമയോടെ പരസ്പരം പ്രശ്നമില്ലാതെ ഗ്രൂപ്പില്ലാതെ കാര്യങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ BJPക്ക് ജയിക്കാൻ സാധിക്കും. തിരുവനന്തപുരത്ത് വളരെ കാലം മുമ്പേ BJPക്ക് MP ഉണ്ടാകേണ്ടതാണ്. തിരുവനന്തപുരത്ത് BJPക്ക് MP ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനി എത്ര നമ്മൾ പറയുമ്പോൾ സുഖിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ BJPക്കാർ കാണുമ്പോൾ അസ്വസ്ഥ ഉണ്ടാകുമ്പോഴും BJPക്കകത്ത് ചില നേതാക്കന്മാർ തീരുമാനിച്ചിരിക്കുന്നു, ഇതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. അവരുടെ ഗ്രൂപ്പോ അവരോ അല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് MPയോ MLA ആവണ്ടാൻ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആവാഞ്ഞത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെറും 15,000 വോട്ടിനാണ് ഈ പറയുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ. അതെന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാതിരുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് അറിയാം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം MLA ആവുന്നതിനോടൊരു താല്പര്യം രാജീവ് ചന്ദ്രശേഖരന്, അവിടുന്ന് ഒരു MLA ആയ രാജീവ് ചന്ദ്രശേഖരന് പ്രത്യേകിച്ചൊന്നും കാണിക്കാനും സാധിക്കാനുമില്ല. കാരണം അയാൾക്ക് വളരെ ദീർഘവീക്ഷണമുള്ളവനും അടുത്ത പ്രാവശ്യം ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ഏകദേശ ധാരണയുള്ള ആളുമൊക്കെ. അപ്പോൾ ഒരു MLA ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ അവിടെ MLA ആയിട്ടൊന്ന് മത്സരിക്കുക, എന്നെ ഒന്ന് തോൽപ്പിക്കുന്നത് ആരാണെന്ന് കാണണം എന്നുള്ള രീതി. കാരണം തോൽപ്പിക്കണമെങ്കിൽ BJPക്കാരനെ തോൽപ്പിക്കണ്ടേ, അതൊന്നറിയാൻ വേണ്ടി തന്നെയാണ്. അതിനുശേഷം അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ ഈ പ്രാവശ്യം ഇതുവരെ സംഭവിച്ചതുപോലെ പലയിടത്തും സംഭവിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത പല ആൾക്കാരുടെയും തല ഉരുളും. നമ്മൾ പറയത്തില്ലേ തല ഉരുളും എന്ന് മണ്ണിക്കിടന്ന്. കാരണം നമ്മൾ വിചാരിക്കും തലാണ് എന്നെ, അല്ലെങ്കിൽ എന്നോട് കളിച്ചാൽ അല്ലെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പാർട്ടിക്കകത്ത് അപ്രമാദിത്വമുള്ള ആൾ മറ്റേതാണ് മറിച്ചാണെന്നുള്ള രീതി മാറ്റിക്കൊണ്ട് ആ രീതിയിലേക്കുള്ള അത്തരത്തിൽ BJPക്ക് കേരളത്തിൽ വളരാൻ സാധ്യത ഉണ്ടായിട്ടും അതിന് തടസ്സം നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിക്കുന്ന അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ ഡയറക്ഷൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ മുൻകരുതലോടുകൂടി വളരെ കൃത്യമായിട്ട് ഇയാൾ ബിസിനസ്സുകാരനാണ് കേട്ടോ, രാഷ്ട്രീയ ബിസിനസ്സുകാരൻ. അപ്പം ലാഭമുള്ള ബിസിനസ് ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതേ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ കളിക്കത്തുള്ളൂ. അതായത് രാജീവ് ചന്ദ്രശേഖരൻ തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനം ഒരുപക്ഷെ
ആദ്യത്തെ തീരുമാനം അദ്ദേഹത്തിന് വിജയമായിരുന്നു. ഒരു മേയർ ഉണ്ടായിരിക്കുന്നു. ഇനിയും ഈ രണ്ടാമത്തെ തീരുമാനം ഇതേ രീതി ആദ്യത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയും ബാക്കി സ്ഥാനാർത്ഥികളെ ജനത്തിനിടയിൽ സ്വാധീനമുള്ളവരെ അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ ആയാലും ജയിച്ചു വന്നാൽ ഞങ്ങൾക്ക് താല്പര്യമുള്ളവരും ഞങ്ങളെ സംരക്ഷിക്കുന്നവരും തോന്നരികളെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച BJPക്ക് വലിയൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അത്തരത്തിലാണ് അതിൻ്റെ സർവേ റിപ്പോർട്ടുകളും വരുന്നത്.